നമസ്കാരം. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരയും പാവലും കൂടി ഇടകലർത്തി നമ്മൾ കൃഷി ചെയ്ത തോട്ടമാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചീര നട്ടിട്ട് 30 ദിവസമായി. ചീര വിളവെടുക്കാൻ സമയമായിരിക്കുകയാണ്. ചീര പാകുന്നതിന് 5 ദിവസം മുന്നേ നമ്മൾ പാവലിന്റെ തൈ നട്ടിരുന്നു. പാവൽ ഇപ്പോൾ പന്തലിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ പാവലും ചീരയും ഇടകലർത്തി കൃഷി ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ തോട്ടം നല്ല ഭംഗിയായിട്ട് ചീര നല്ല ഗ്രോത്തോടു കൂടി നിൽക്കുകയാണ്. പാവലും പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചീര വെട്ടി മാറ്റി വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാവലിന് കൂടുതലായിട്ട് ചാണകപ്പൊടിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പാവലിനെ കെയർ ചെയ്ത് നല്ല രീതിയിൽ അതിൽ നിന്നുള്ളൊരു വരുമാനം. അപ്പോൾ ഈ രണ്ട് വരുമാനവും നമുക്ക് ഒരുമിച്ച് ലഭിക്കുമ്പോൾ വളരെയധികം ലാഭത്തോടു കൂടി നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. നമ്മൾ ആദ്യം ചീര നടുന്ന സമയത്ത് കുമ്മായം പിന്നെ ഇട്ടിട്ട് കിളച്ചു, കോഴിവെള്ളം നല്ല രീതിയിൽ അടിവെള്ളം എല്ലാം കൊടുത്താണ് നമ്മൾ ചീര നട്ടത്. പിന്നീട് ചീരയിൽ നമ്മൾ ഒരു തവണ ചാണകത്തിൻ്റെ സ്ലാറി കലക്കി, ഗോമൂത്രവും ചാണകവും കൂടി കലക്കി ഒഴിക്കുകയാണ് ചെയ്തത്. ആ ഒരു വളം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഗ്രോത്ത് ഉണ്ട് ചീരയ്ക്ക്. ചീര നമ്മൾ വിതയ്ക്കുന്ന ശൈലി, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വിതയ്ക്കുന്ന ഒരു ശൈലി തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചു എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള നന. അത് ഇപ്പോഴത്തെ ഈ വെയിലിന് നമുക്ക് അത്യന്താവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നന എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ 2 നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു നേരമാണ് നനയ്ക്കുന്നത്, നല്ല രീതിയിൽ നനയ്ക്കും. അതുപോലെ അപ്പോൾ ചീര നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വരികയും ചെയ്തു. പാവലിനാകെ നമ്മൾ വളമായിട്ട് ആദ്യമേ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കോഴിവെള്ളം എല്ലാം കൊടുത്ത്, വാമ്, PGPR എല്ലാം കൊടുത്ത് നല്ല അടിവെള്ളം കൊടുത്താണ് നമ്മൾ പാവൽ നട്ടത്. അപ്പോൾ പാവലിന് പിന്നെ നമുക്ക് ആകെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു തവണ ജീവാമൃതം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ചീര വെട്ടി മാറിയതിന് ശേഷം പാവലിൻ്റെ മൂടെല്ലാം വൃത്തിയാക്കി നമുക്ക് കൂടുതലായിട്ട് ചാണകപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങൾ കൊടുക്കണമെങ്കിൽ ഇനി നമുക്ക് കൊടുക്കാം. പക്ഷേ അതിപ്പോൾ ചീര നിൽക്കുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് അതുപോലെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി അതിന് ശേഷമേ നമുക്ക് കൊടുക്കാൻ പറ്റും. പാവലിപ്പോൾ ഏകദേശം ചെറിയ രീതിയിലുള്ളൊരു പൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവൽ ഇപ്പോൾ പന്തലിലേക്ക് കയറിയതേ ഉള്ളൂ. ബ്രാഞ്ചുകളെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാവലിൻ്റെ ബ്രാഞ്ചുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വിട്ടു. നല്ല ഇനി ഈ ബ്രാഞ്ചൊക്കെ ബാക്കി ഇനി കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ചീര ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പാവലിനെ ഇത് ചീര കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ബാക്കി വളങ്ങളും കാര്യങ്ങളും കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാം.
വെള്ളം നനയ്ക്കുന്നത് രാവിലെ നനയ്ക്കുന്നതാണ് വളരെയധികം നല്ലത്. കാര്യം ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെ രാവിലെ നനയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ ചൂട് കൂടുതലായതുകൊണ്ട് രാവിലെയും വൈകുന്നേരത്തും നനച്ചാൽ അത്രത്തോളം ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പാവൽ നട്ട സമയത്ത് തന്നെ നമ്മൾ മഞ്ഞക്കെണി സ്ഥാപിച്ചായിരുന്നു. അപ്പോൾ ഈ രോഗങ്ങൾ പരത്തുന്ന പ്രാണികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞക്കെണി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ പാവൽ കൃഷിയിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മഞ്ഞക്കെണി. അപ്പോൾ ഇവനാണ് സത്യത്തിൽ ഈ നമ്മുടെ രോഗം പരത്തുന്ന പ്രാണികളെല്ലാം നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഇത് മസ്റ്റ് നമ്മൾ നമ്മുടെ പാവൽ തോട്ടത്തിൽ ഉറപ്പായിട്ട് ചെയ്ത് വെക്കണം. പാവലിപ്പോൾ കായ വന്ന് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെറമോൺ ട്രാപ്പ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കായ്ച്ചയൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ കായൊക്കെ വരുമ്പോൾ കായ്ച്ച ധാരാളമായി വരും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കായ്ച്ച കെണി അത് നമ്മൾ സ്ഥാപിക്കണം. പാൽ കൃഷിയിൽ നമുക്ക് അത്യന്താവശ്യമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഫെറമോൺ ട്രാപ്പ്. അപ്പോൾ നമ്മുടെ പാവലും ചീരയും ഒരുമിച്ചുള്ള കൃഷിയുടെ വിശേഷങ്ങളാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.